മധ്യപൂർവേഷ്യയിലെ സംഘർഷ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. സംഘർഷങ്ങൾക്ക് 6ാം ദിവസവും അയവില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്ക് തിരിച്ചടിയല്ലാതെ മറ്റു മറുപടിയില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. കിഴക്കൻ ടെഹ്റാനിൽ ഇറാന്റെ സൈനിക സമുച്ചയം ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട്. മേഖലയിൽ വൻ ആക്രമണം നടത്തിയതായാണ് IDF പറയുന്നത്. മെരിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ചേരുകയാണ്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, എങ്ങനെയാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതി? പൊതുവിൽ വലിയ പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആ രീതിയിലായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. ഇന്നും സമാനമായ രീതിയിൽ ആശങ്കകൾ വേണ്ട എന്ന് തന്നെയാണോ? തീർച്ചയായും ആശങ്കകൾക്കിടയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഗൾഫിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഗൾഫിലെ രാജ്യങ്ങളിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഒന്നും തന്നെ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിലെ കണക്കെടുക്കുകയാണെങ്കിൽ വലിയ തോതിൽ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നതിനപ്പുറം അത് വിജയകരമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് കൂടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വൈകിട്ടോ രാത്രിയോ ഏതെങ്കിലും നിലയ്ക്ക് ഈ GCC രാജ്യങ്ങളിലെ ആക്രമണങ്ങളിൽ ഈ അവശിഷ്ടങ്ങൾ പതിച്ചോ മറ്റോ ഒക്കെ തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നത് പതിവായിരുന്നു. തീപിടുത്തമില്ലാത്ത ദിവസങ്ങൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കാര്യമായി, അതായത് ഇന്നലെ കാര്യമായി എവിടെയും തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ GCC രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള അവിടേക്കുള്ള ഇറാന്റെ ആക്രമണം, ഇറാൻ അത് അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണമാണ് എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കാര്യമായിട്ടുള്ള ആക്രമണം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് പലതവണയും മാറിയിരുന്നു. പക്ഷേ ഇന്നലെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ആക്രമണം എവിടെയും ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഒരു ശാന്തമായ ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ GCC രാജ്യങ്ങളിലെയും യൂറോപ്യൻ യൂണിയനിലെയും വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു ഓൺലൈൻ യോഗം ചേരുന്നുണ്ട്. ആ ഓൺലൈൻ യോഗം രാവിലെ ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ച വളരെ നിർണായകമായിരിക്കും. കാരണം ഈ സാമ്പത്തിക മേഖലയിൽ യുദ്ധം ഏതൊക്കെ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശദമായിട്ടുള്ള ചർച്ച അവിടെ നടക്കും. ഒപ്പം തന്നെ പരിഹാര നടപടികൾ ഏത് നിലയ്ക്കാണ് യൂറോപ്യൻ യൂണിയനും GCC രാജ്യങ്ങളും സംയുക്തമായി ഈ ആക്രമണത്തിനെതിരെ നിലപാടെടുക്കുക. ഒപ്പം തന്നെ സാമ്പത്തിക മേഖലയിൽ ഇതുണ്ടാക്കിയ ചലനം, ഈ ആക്രമണം ഉണ്ടാക്കിയ ചലനം, അത് തുറമുഖങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഒപ്പം തന്നെ കാര്യമായി ഈ പലതരത്തിൽ ചരക്കു നീക്കത്തിനൊക്കെയും ബാധിക്കുന്ന നിലയിലേക്കും ചില പ്രധാനപ്പെട്ട സൗദിയിലൊക്കെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില കമ്പനികൾ അടച്ചു, ഒപ്പം തന്നെ അതിന്റെ പ്രവർത്തനം നടത്താൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങളൊക്കെയും നീങ്ങിയിരുന്നു. അപ്പോൾ ഈ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സൗദിയിലും കുവൈറ്റിലും ഒക്കെ പലയിടങ്ങളും ആക്രമിക്കപ്പെട്ടു, തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടു. കടലിടുക്കുകളുമായി ബന്ധപ്പെട്ടും നിലവിൽ തുടരുന്ന ഒരു അനിശ്ചിതത്വം, ആശങ്ക. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിൽ ഏത് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തീരുമാനിക്കുന്നതിൽ അതിലൊക്കെ ഈ യോഗം വളരെ നിർണായകമായിരിക്കും. അപ്പോൾ ആ യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിരീക്ഷണങ്ങളും ഒപ്പം പരിഹാര നടപടികളും ഒക്കെ ഇന്ന് യോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇറാനിൽ നിന്ന് ഇറാന് അനുകൂലമായിട്ടൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിൽ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും അത് മറ്റ് രാജ്യങ്ങളിൽ കൂടി പകരാൻ അത് ശ്രമിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ GCC രാജ്യങ്ങളൊന്നും തന്നെ ഇറാനെ വലിയ തോതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന് എതിരെ ഈ ആക്രമണത്തെ അപലപിക്കുമ്പോഴും വലിയ തോതിൽ ഈ അമേരിക്കയോടോ ഇസ്രായേലിനോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ തുറന്നൊരു യുദ്ധപ്രഖ്യാപനമോ മറ്റുമൊന്നും ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല, നടത്താൻ ഒട്ടുമേ സാധ്യതയുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് എങ്ങനെയാകും ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഇറാന്റെ നയങ്ങളെ അല്ലെങ്കിൽ ഇറാന്റെ പ്രവർത്തികളെ, ഈ സമയത്തെ ചെയ്തികളെ ഒക്കെയും വിലയിരുത്തുക എന്നുള്ളത് പ്രധാനമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുവൈറ്റുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലുള്ള കുവൈറ്റി പൗരന്മാരെ നാട്ടിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കുവൈറ്റ് നടത്തുന്നുണ്ട്. ആർക്കൊക്കെ തിരികെ വരണമെന്ന ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ തിരികെ എത്തിക്കാനായി പ്രത്യേക വിമാന സർവീസും മറ്റുമൊക്കെ നടത്തും എന്ന് കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്.
ഇന്നലെ രാത്രി ഇത്തരത്തിൽ ദുബായ് പോലീസിന്റെയും ഒപ്പം തന്നെ ദുബായ് അതോറിറ്റിയുടെയും ഒക്കെ പലതരത്തിലുള്ള മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ അലേർട്ട് സംവിധാനവുമായി ബന്ധപ്പെട്ട് ആശങ്ക. അത് ആ അലേർട്ട് സംവിധാനത്തിനെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. അത് അലേർട്ട് നടക്കുമ്പോൾ എപ്പോഴും ആക്രമണം നടക്കുന്നു എന്നുള്ളൊരു അർത്ഥമില്ല, മറിച്ച് സാധ്യതകൾ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ അലേർട്ടുകൾ നൽകുന്നത് എന്നുള്ള നിലയ്ക്ക് വിവരങ്ങൾ നൽകുന്നുമുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ ഏത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്രമണം, അത് ശനിയാഴ്ച യുദ്ധം തുടങ്ങിയ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഞായറാഴ്ച ഉണ്ടായ തോതിലുള്ള ആക്രമണം ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഏതാണ്ട് 110ഓളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെയാണ് UAE ആകമാനം ചേർത്തത്. അതിൽ എവിടെയും തീപിടിക്കുന്ന നിലയിലേക്ക് കാര്യം പോയിട്ടില്ല. സത്യത്തിൽ UAE ഫുജൈറയിലും ഒപ്പം US എംബസിയിലും ഒക്കെ US കോൺസുലേറ്റിലും ഒക്കെ ആക്രമണം നടന്നതിനു ശേഷം ഒരു നിലയ്ക്കും മറ്റൊരാക്രമണം ഈ UAEയിലേക്ക് ഉണ്ടായിട്ടേ ഇല്ല. സൗദി നോക്കിയാലും ബഹ്റൈൻ നോക്കിയാലും കുവൈറ്റ് നോക്കിയാലും ഒക്കെ ഇന്നലെ പുലർച്ചെയൊക്കെ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി ആക്രമണത്തിന്റെ വിവരങ്ങളായി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിലൊരു അശാന്തിയുടെ സമയമൊന്നുമല്ല. പ്രത്യേകിച്ച് എല്ലാ മേഖലകളും ഏതാണ്ട് ഒരേപോലെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആളുകളെ ഈ പറയുന്ന ആളുകളുടെ ഒരു മറ്റു രാജ്യത്തേക്കുള്ളൊരു പോക്കും ഒപ്പം ഒരു മൊബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലുണ്ടായ ഒരു ആക്രമണം അത് കഴിഞ്ഞ 2 ദിവസമായിട്ടില്ല. അപ്പോൾ ആളുകളുടെ മൊബിലിറ്റി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചരക്ക് നീക്കവും നടത്താനുള്ള മറ്റ് വഴികളൊക്കെ ഓരോ രാഷ്ട്രങ്ങളും തേടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമില്ലാത്ത സാഹചര്യം തന്നെയാണ് നിലവിൽ ഗൾഫ് മേഖലയെ സംബന്ധിച്ചുള്ളത്. ഏത് നിലയ്ക്കുള്ള ആക്രമണം ഉണ്ടെങ്കിലും അത് ജനജീവിതത്തിനെ സാരമായി ബാധിച്ചിട്ടേ ഇല്ല. അത് ആദ്യഘട്ടത്തിലും ബാധിച്ചിട്ടില്ല. ഒരു 5% മാത്രമാണ് ഈ UAEയിലൊക്കെയും ഏതെങ്കിലും നിലയ്ക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5% മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ മാറുന്ന സാഹചര്യം തന്നെയാണ്. കുറെ കൂടി ആളുകൾക്കുള്ളിലുള്ള ഭീതിയും ആശങ്കയും ഒക്കെയും നീങ്ങിയിട്ടുണ്ട്. അവർ ഈ പറയുന്ന തരത്തിൽ ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൊന്നുമല്ല. അലേർട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയതോടുകൂടി കാര്യങ്ങൾ കുറെ കൂടിയൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പേടിക്കാനില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നിലയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങളുടെ പോക്ക്. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.